ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യമാണ്. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനും രക്ഷയിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. പത്രോസിനെയും യോഹന്നാനെയും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും സദൂക്യരും പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ നടുവിൽ നിർത്തിയിട്ട് ഒരു മുടന്തൻ സൗഖ്യമായ സൗഖ്യത്തെക്കുറിച്ച് വിസ്താരം കഴിക്കുക. അപ്പോൾ പത്രോസ് പറയുന്ന മറുപടിയിൽ പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് ധ്യാന ചിന്തയിലേക്ക് നാം എടുത്തത്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയുകയാണ്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് പത്രോസ് പറയുകയാണ്, നാം വിടുവിക്കപ്പെടുവാൻ, രക്ഷപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്കു മീതെ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് അധികാരം കൊണ്ട്, ഏത് ശക്തി കൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ സദൂക്യരോടും മഹാപുരോഹിതന്മാരോടും പറഞ്ഞത്, സ്തോത്രം, ഇന്ന് ഈ വിടുതൽ നടന്നത് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മശികയായി അംഗീകരിക്കാൻ കഴിയാതിരുന്ന സാക്ഷാൽ ദൈവമായിരുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് ഉറപ്പായി പത്രോസ് അവരുടെ മുമ്പാകെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചിന്ത ഇന്നത്തെ പകൽക്കാലം തള്ളിക്കളയപ്പെട്ടവർ, പ്രൈസ് ദി ലോർഡ്, അനുഗ്രഹമായി മാറുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൻ്റെ അനുഗ്രഹമായിരുന്നവൻ, ആലയത്തിൻ്റെ അനുഗ്രഹമായിരുന്നവൻ, പ്രൈസ് ദി ലോർഡ്, വിടുതലിൻ്റെ ഉറവിടമായിരുന്നവൻ, ഹല്ലേലൂയ, നന്മയുടെ ഉറവിടമായിരുന്നവൻ, അതായിരുന്നു യേശു. പക്ഷെ അതവർക്ക് മനസ്സിലായില്ല. അവർ യേശുവിനെ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. ആലയത്തിൻ്റെ മൂലക്കല്ല്, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ അടിസ്ഥാനമായിരുന്നു യേശു. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൻ്റെ അകത്ത് പ്രധാനമായി നിൽക്കേണ്ടത് യേശുവായിരുന്നു. നിങ്ങളാ യേശുവിനെ തള്ളിയത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ നാമമാണ് ഈ വിടുതലിന് കാരണമായി തീർന്ന എന്ന് പറഞ്ഞ് മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ തങ്ങളുടെ ചുറ്റും നോക്കി അതിശയത്തോടെ ഈ സൗഖ്യത്തെ നോക്കുന്നവരുടെ മുമ്പിൽ പത്രോസ് വിളിച്ചു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിന്ന് പകൽക്കാലം വായിക്കുവാനിടയായത്. ദൈവമക്കളെ, തള്ളിക്കളച്ചിൽ എപ്പോഴും ഒരനുഗ്രഹമെന്ന് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, തള്ളിക്കളച്ചിൽ നമ്മുടെ അനുഗ്രഹത്തിലേക്ക് നയിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഇസ്രായേൽ തള്ളിയതാണ് ലോകത്തിൻ്റെ രക്ഷകനായി, അല്ലെങ്കിൽ ജാതികൾക്കും അനുഗ്രഹമായി തീർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളിലേക്കാണ് വന്നത്, പക്ഷേ ഇസ്രായേൽ അവനെ തള്ളി എന്നുള്ളത് നമ്മുടെ എല്ലാം രക്ഷയ്ക്ക് കാരണമായി. യേശുവിൻ്റെ തള്ളപ്പെടൽ, ഹല്ലേലൂയ, നമ്മുടെയും രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്നുള്ളത് ഈ പകൽക്കാലം ചിന്തനീയമായൊരു വാക്കാണ്. നമുക്കറിയാം, സ്തോത്രം, ചില ക്യാരക്ടേഴ്സിനെ വളരെ വേഗം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കും. ഒന്ന് ജോസഫ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലാണ് ജോസഫിൻ്റെ ചരിത്രമൊക്കെ നമുക്കൊന്ന് പഠിക്കാനിടയായത്.
അവിടെ നമ്മൾ കാണുന്നത് ജോസഫിനെ സഹോദരന്മാർ തള്ളി അടിമയായി വിറ്റുകളഞ്ഞത്. 39 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ തടവിലാക്കപ്പെടും. എന്നാൽ 41 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ ജോസഫ് ഈജിപ്തിലെ രണ്ടാമനായി ഉയർത്തപ്പെടുന്നതായിട്ട് കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം 20 വാക്യത്തിൽ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചു, ദൈവം അതെനിക്ക് ഗുണമാക്കി തീർത്തു. മറ്റൊരു വ്യക്തി മോശയാണ്. നമുക്കറിയാം, മോശയെ ഇസ്രായേൽ മക്കൾ തള്ളിക്കളഞ്ഞു. അവരുടെ നേതാവെ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. നിന്നെ ഞങ്ങൾക്ക് നേതാവാക്കിയത് ആരാണെന്നാണ് ഒരു ഇസ്രായേൽ മോശയോട് ചോദിക്കുന്നത്. ആ മോശയാണ് പ്രൈസ് ദി ലോർഡ് 40 വർഷക്കാലം മിദ്യാനിയിലെ ഒരാട്ടിടയനായിട്ട് താൻ തുടരപ്പെടേണ്ടി വന്നു, അലഞ്ഞു. എന്നാൽ 40 വർഷത്തിന് ശേഷം ആ മോശയാണ്, തള്ളിക്കളയപ്പെട്ട മോശ, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി ദൈവം കൊണ്ടുവന്ന് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുന്നതും നമുക്ക് കാണുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. തള്ളപ്പെട്ട മോശ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായി മാറി. ദാവീദിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ തൻ്റെ അപ്പൻ്റെ എല്ലാ മക്കളും, തൻ്റെ സഹോദരന്മാരും ശൗലിൻ്റെ പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ താൻ മാത്രം കാട്ടിൽ ആടിനെ മേയിച്ചു കൊണ്ടുപോകും. ദാവീദ് പൊക്കക്കുറവുള്ളവനായിരിക്കാം, എന്തോ ദാവീദിനെ ആ പട്ടാളത്തിൽ ഒരു ജോലിക്ക് അവനെ വിടുന്നില്ല. പകരം കാട്ടിൽ ആടിനെ മേയിച്ചു കൊണ്ടുപോകും. തൻ്റെ സഹോദരന്മാർ പോലും തന്നോട് പറയുന്നത്, നീ കാട്ടിൽ ആടിനെ വിട്ടിട്ട് എന്തിനാ ഇവിടെ വന്ന് യുദ്ധം കാണാൻ വന്നതെന്നൊക്കെ ചോദിക്കുന്ന നിന്ദയുടെയും തള്ളപ്പെടലിൻ്റെയും എത്രയോ രംഗങ്ങൾ ദാവീദിൽ കാണുവാനിടയായിത്തീർന്നു. എന്നാൽ അതേ ദാവീദ് തന്നെയാണ് പ്രൈസ് ദി ലോർഡ് വീട്ടിലൊരു സ്ഥാനം പോലും കൊടുക്കുവാൻ തൻ്റെ അപ്പനും സഹോദരന്മാരും മടി കാണിക്കുമ്പോൾ, ആ വീട്ടിലൊരു പ്രധാന യാഗം കഴിക്കപ്പെടുമ്പോൾ, ശമൂവേൽ എന്ന അഗ്രഗണ്യനായ ഒരു പ്രവാചകൻ വീട്ടിൽ വരുമ്പോൾ എല്ലാ ജ്യേഷ്ഠന്മാരും വീട്ടിലുണ്ട്. പക്ഷെങ്കിൽ ദാവീദ് മാത്രം അപ്പോഴും കാട്ടിലാണ്. അനേക ആളുകളെ അതിഥികളായി വിളിച്ചിട്ടുണ്ട്, ദാവീദ് മാത്രം ആ വീട്ടിൽ ഇല്ല എന്നതും നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ എത്രമാത്രം തള്ളപ്പെടലിൻ്റെ താഴേക്ക് പോയൊരു മനുഷ്യനാണ് ദാവീദ് എന്നവിടെ കാണുവാനിടയായിട്ട്. എന്നാൽ തള്ളപ്പെട്ട ദാവീദാണ് പിന്നീട് ഇസ്രായേലിൻ്റെ രാജാവായി തീർന്നത് എന്നതും നാം മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം ഈ ധ്യാന ചിന്തയിൽ, ഈ കർത്തൃദിനത്തിൽ എനിക്ക് ജനവുമായി ഈ വചനം വെച്ച് പറയുവാനൊരു വാക്കേ ഉള്ളൂ. തള്ളപ്പെടൽ അവസാനമല്ല, ഒരാരംഭത്തിൻ്റെ, ഒരു പുതിയ ആരംഭത്തിൻ്റെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരനുഗ്രഹമാണ് എന്ന് പറയാനാ ഈ പകൽക്കാലം കർത്താവിനെ ഏൽപ്പിച്ച ചിന്ത. നോക്കണം, യേശുവിനെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും തള്ളി ക്രൂശിച്ച് കൊന്നു. പക്ഷേ അവരോർത്തത്, അവനെ തള്ളിക്കളഞ്ഞത്, അവനെ കൊന്നുകളഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, അതോടുകൂടി യേശു അവസാനിച്ചു എന്ന്. എന്നാൽ മഹാപുരോഹിതന്മാർ കാണുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർ അതിശക്തമായി കർത്താവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നത് കാണുമ്പോൾ
അവർക്ക് സ്തോത്രം ഹല്ലേലൂയ അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. അവർ ചോദിക്കുകയാണ്, ഏത് ശക്തി കൊണ്ട് ഇത് നാമത്തിൽ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ തള്ളിക്കളഞ്ഞ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നാസറയനായ യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ ശക്തിയിലുമാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, കളയപ്പെട്ട ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം യേശു ഹല്ലേലൂയ യേശുവിൻ്റെ നാമം ഇന്ന് സ്തോത്രം അനുഗ്രഹത്തിൻ്റെ നാമമായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിടുതലിൻ്റെ നാമമായി തീരുകയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ തള്ളിക്കളച്ചിൽ അവസാനമാണെന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യേശു തള്ളപ്പെട്ടത് അതൊരവസാനമായിരുന്നില്ല, അനേക അനുഗ്രഹങ്ങളുടെ തുടക്കമായിരുന്നു. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ജോസഫ് തള്ളിക്കളയപ്പെട്ടത് ഹല്ലേലൂയ ശക്തനായ ഒരു ഭരണാധികാരിയായി പുറത്തു വരുവാൻ കാരണമായി തീർന്നു. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങൾ എനിക്ക് തിന്മയ്ക്കായി ചെയ്തു, ദൈവം അതെനിക്ക് നന്മയ്ക്കാക്കി തീർത്തുവെന്ന്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മോശ സഹോദരന്മാരായി തള്ളപ്പെട്ടു. അതേ മോശ തന്നെ ആ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവം സ്തോത്രം ഉപയോഗിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് തള്ളപ്പെട്ടു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരു 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 യാഗത്തിന് പോലും ക്ഷണിക്കാതെ പുറത്തു നിൽക്കപ്പെടേണ്ടവനായിരുന്നു. എന്നാൽ ദൈവം ഇസ്രായേലിൻ രാജാവായി അവനെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം തള്ളപ്പെടൽ ഒരിക്കലും അവസാനമല്ല, അത് ദൈവിക അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വഴിയിലേക്ക് നയിക്കും എന്നുള്ളത് ഈ വചനങ്ങൾ വെച്ച് ജനത്തിന് ഉറപ്പ് തരികയാണ്. മാത്രമല്ല ദൈവമക്കളെ, തള്ളപ്പെടലിൽ നാം എന്താണ് ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവീയ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. ദൈവ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ചിന്ത വളരെ വേഗം ഇവിടെ നിർത്തേണ്ടത് കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു നിർത്തുന്നു. തള്ളപ്പെടലിൻ്റെ കാലഘട്ടങ്ങൾ നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ഒക്കെ കാലഘട്ടമായിരിക്കും. പക്ഷേ കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവീയ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കാത്തിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അടിസ്ഥാന ശിലയായി പ്രൈസ് ദി ലോർഡ് യേശു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വിടുതലിൻ്റെ സൗഖ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ അടിസ്ഥാന ശിലയെന്ന് പ്രൈസ് ദി ലോർഡ് സദൂക്യർക്കും പരീശന്മാർക്കും പുരോഹിതന്മാർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ പത്രോസ് വിളിച്ചു പറഞ്ഞതുപോലെ പ്രൈസ് ദി ലോർഡ് ഏത് നാമത്തെ നിങ്ങൾ തകർത്ത് കളഞ്ഞുവോ ആ നാമമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന വിടുതലിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞ വാക്കുപോലെ ദാവീദ് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേലിൻ്റെ രാജാവായി തീർന്നത് പ്രൈസ് ദി ലോർഡ് തള്ളപ്പെടലിൻ്റെ ഹല്ലേലൂയ അവസ്ഥയിൽ ദൈവം അവനെ ചെയ്ത പ്ലാനും പദ്ധതിയും ഒരുക്കപ്പെടലിൻ്റെ മേഖലയുമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലായതുപോലെ ഈ ദിവസങ്ങളിൽ തള്ളപ്പെടൽ അവസാനമല്ല, ഒരുക്കത്തിൻ്റെയും ഉയർച്ചയുടെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഹല്ലേലൂയ ചില ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ചില ചെത്തലാണ് ഹല്ലേലൂയ ചില സമയങ്ങളാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്ന് പ്രൈസ് ദി ലോർഡ് ആ അനുഗ്രഹത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഈ ചിന്ത ഇവിടെ നിർത്തുന്നു. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ഹല്ലേലൂയ അങ്ങേ ആരാധിക്കുവാൻ ഒരു കർത്തൃദിനം കൂടെ ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ. ഇന്നത്തെ ദിനം കർത്താവേ ഹല്ലേലൂയ തള്ളപ്പെട്ടു എന്ന് തോന്നുന്ന ചിലർക്ക് അങ്ങക്ക് പറയുവാനുള്ള വാക്ക് ജനത്തോട് പറഞ്ഞല്ലോ അപ്പാ. തള്ളപ്പെടൽ ഹല്ലേലൂയ അവസാനമല്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരുക്കപ്പെടലിൻ്റെയും ഹല്ലേലൂയ സ്തോത്രം ശ്രേഷ്ഠതയുടെയും ഒരു വഴിയാണ്. പ്രൈസ് ദി ലോർഡ് അവിടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആ ശ്രേഷ്ഠതയിൽ ജനമെത്തും, ആ അനുഗ്രഹത്തിൽ ജനമെത്തും. അതുവരെ കാത്തിരുന്ന് ആ ഹല്ലേലൂയ ആ അനുഗ്രഹം പ്രാപിപ്പാൻ ഈ വചനം ജനത്തിന് കർത്താവേ ഹല്ലേലൂയ ഇടയാക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിനം എല്ലാ തരത്തിലും ജനത്തിനൊരു അനുഗ്രഹമാകണേ. തള്ളപ്പെടൽ ഒരിക്കലും കർത്താവേ ഹല്ലേലൂയ അവരുടെ ക്ഷീണത്തിനും പിന്മാറ്റത്തിനും ഇടയാക്കാതിരിക്കുവാൻ കർത്താവെ ജനത്തെ പിടിച്ചു നിർത്തി അവിടുന്ന് പിന്നെയും ജനത്തോട് വീണ്ടും സംസാരിക്കണമേ. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ
ആമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.